നമസ്കാരം. ഇന്നത്തെ ഈ വിജയവീതി പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മലയാളി ഇവിടെ ഗുജറാത്തിലെ സൂറത്തിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അദ്ദേഹം ജോലിയിൽ എത്രത്തോളം ആത്മാർത്ഥത കാണുന്നു എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും സമയം കൊണ്ട് ഞങ്ങൾ വന്ന ഈ 10 മിനിറ്റ്സിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അത്രയും വർക്ക് കമ്മിറ്റഡ് ആണ്, ഡെഡിക്കേറ്റഡ് ഒരു വർക്കറാണ്, ആസ് വെൽ ആസ് എ ഡെഡിക്കേറ്റഡ് ബിസിനസ് മാൻ ആണ്, ഒരു ഡെഡിക്കേറ്റഡ് ഫാമിലി മാൻ ആണ്. അദ്ദേഹത്തിന് ഒത്തിരി മൾട്ടിപ്പിൾ റോൾസ് അദ്ദേഹം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീസ് എ ഗുഡ് മലയാളി, എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ എപ്പോഴും ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് അദ്ദേഹം നമ്മോട് ബിഹേവ് ചെയ്യുന്ന ആ ക്യാരക്ടർ വെച്ചിട്ടാണ്. അദ്ദേഹം ഹീസ് വെരി ഗുഡ് ഇൻ ഡൂയിങ് ഹോസ്പിറ്റാലിറ്റി ഓൾസോ. സോ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും വി ആർ ഗോയിങ് ടു ഷെയർ ലോട്ട്സ് ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ത്രൂ ഹിസ് മൗത്ത്. സോ ഇന്ന് ഈ പരിപാടിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ദിസ് നൺ അതർ ദാൻ മിസ്റ്റർ KK രാജൻ ആണ്. അദ്ദേഹം ഇവിടെ മമത സാരീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രോസസിംഗ് സൂപ്രണ്ടന്റ് ആണ്. മാത്രമല്ല അദ്ദേഹം ഹി ഹാസ് എ ഓൺ ട്രേഡിംഗ് കമ്പനി കോൾഡ് ഖുഷ്ബു ട്രേഡിംഗ് കമ്പനി. സോ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം നടന്നു വന്ന പാതകൾ, അദ്ദേഹം ഫേസ് ചെയ്ത ഹാർഡ്ഷിപ്സ്, അതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ബിഫോർ ദാറ്റ് അദ്ദേഹത്തിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സോ സാറിനെ കുറിച്ച് ഈ 10 മിനിറ്റ്സിൽ ഞങ്ങൾ റീഡ് ചെയ്തത് വളരെ നല്ല കാര്യങ്ങളായിരുന്നു. ബിക്കോസ് ഇപ്പോഴും സാർ വന്നിട്ട് വർക്കിൽ ഭയങ്കര കമ്മിറ്റഡ് ആണ്. യു ആർ ഹാപ്പി ഷോയിങ് ഓൾ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടും ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ സാർ ആദ്യമായി തുടങ്ങിയ വർക്ക് ഏതാണ്? ഞാൻ സൂറത്തിൽ വന്ന ഹെൽപ്പറായിട്ടാണ് ഈ ജോലി പഠിക്കാൻ കയറിയത്. ഹെൽപ്പറായിട്ട് അതായത് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവിഷന്റെ ഏറ്റവും ലോ ഡിവിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അന്നത്തെ കാലത്ത് അനുസരിച്ച് 4 രൂപ പെർ ഡേ ശമ്പളത്തിൽ ജോലി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണോ ഈ ജോലിയുടെ മേൽ ഇത്ര പാഷൻ? തീർച്ചയായിട്ടും. നാട്ടിൽ എന്റേത് പന്തളം, കൊഴുവല്ലൂർ, ചെങ്ങന്നൂർ താലൂക്ക് കൊഴുവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കൊഴുവല്ലൂർ അറന്തക്കാട് എന്ന് പറയും. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു അച്ഛനും അമ്മയും ചായക്കട നടത്തുമായിരുന്നു. ചായക്കടക്കാരൻ്റെ മകനായിട്ടാണ് ഞാൻ മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു അതില്. ബിക്കോസ് ഒരു വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്ന് ജനിച്ചു വളർന്ന നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ ഇത്രയും നല്ല സ്ഥിതിക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് ഹാർഡ് വർക്ക്. ഹെൽപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് നാട്ടിൽ തന്നെ ചായക്കട നടത്തി, ചായക്കടയിലെ ആൾക്കാർ വരുമ്പോൾ പാത്രം കഴുകുകയും ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് അവിടുന്ന് ആ സ്റ്റേജിൽ നിന്ന് വന്ന് ഒരു കമ്പനിയിൽ ഹെൽപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പതുക്കെ ഉയർന്ന് എല്ലാ പോസ്റ്റിലും കയറി ഇപ്പൊ ഈ മെയിൻ പോസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലുള്ള ആ പോസ്റ്റിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ബാല്യകാലം എങ്ങനെ ഉണ്ടായിരുന്നു?
ബാല്യകാലം ചെറുപ്പത്തിൽ പിന്നെ സ്കൂളിൽ പോകും, പിന്നെ കൊച്ചു കൊച്ചു കലാപരിപാടികൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, പാട്ടുപാടുമായിരുന്നു അന്നൊക്കെ, ഇപ്പോഴൊന്നും ഇല്ല ആ സമയത്തൊക്കെ. ഒപ്പം ജനിച്ചവർ എത്ര പേരുണ്ട്? എൻ്റെ കൂടെ അതായത് പിന്നെ മൂത്ത സഹോദരി, ഞാൻ, പിന്നെ വേറൊരു സഹോദരി, അതായത് ഞങ്ങൾ 2 പിന്നെ പെൺകുട്ടികളും 4 പിള്ളേരുമായിട്ടാണ്, ഞങ്ങൾ 6 പേരായിട്ട്. 6 പേരിലെ മൂത്ത സിസ്റ്റർ ഇവിടെ തന്നെ ഗുജറാത്തിൽ തന്നെ, പിന്നെ അത് ഇളയത് ബോംബെയിലെ, പിന്നെ അനുജൻ സൂറത്തിലുണ്ട്, ബാക്കി നാട്ടില് 2 പേര്. നിങ്ങൾ ഇടപെട്ട ആളാണ്? ഞാൻ ചേച്ചിയുടെ രണ്ടാമത്തെ. അപ്പോ റെസ്പോൺസിബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റി മൊത്തം എനിക്ക് തന്നെ, നിങ്ങൾക്ക് തന്നെയാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ട് വരുമ്പോ ഒരു പ്രായത്തില് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മറ്റുള്ളവർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്തെങ്കിലും നഷ്ടബോധം? തീർച്ചയായിട്ടും നഷ്ടബോധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചായക്കട നടത്തിയിട്ടുള്ള ആൾക്കാർക്ക്, അപ്പൊ ചായക്കടയിൽ നിന്ന് എന്തോ വരുമാനം, ഒരു തുച്ഛമായ വരുമാനത്തിൽ ഞങ്ങൾ ഈ വീട് കഴിഞ്ഞു പോകണം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വലിയ വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സമയത്താണ് അച്ഛൻ മരിച്ചു പോകുന്നു, എൻ്റെ 9ാം ക്ലാസ് സമയത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നാട് വിട്ടു, അങ്ങനെ സൂറത്തിൽ വന്ന് പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ 4 രൂപ ശമ്പളത്തെ തുടങ്ങി ഇവിടം വരെ എത്തി. സോ അതാണ് ഒരു മനുഷ്യന്റെ ഗ്രോത്ത്, ഒരു ഡെവലപ്മെന്റ്. ഒരു ജീവിതത്തിൽ ഒരു ഹെൽപ്പറായി ജോയിൻ ചെയ്യുമ്പോൾ അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും ഞാൻ ഒരു പ്രോസസ്സിംഗ് സൂപ്രണ്ടന്റ് ആവും എന്ന് പറയും, പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യതയായിട്ട് ചെയ്യും. ഇതിന്റെ പകുതി പോലും എത്തുന്നത് ഞാൻ ഉദ്ദേശിച്ചല്ല. പിന്നെ നമ്മൾ പിന്നെ നിഷ്കളങ്കമായിട്ട് എന്തുവാ പിന്നെ ആരെയും ചീറ്റ് ചെയ്യാതെയും അല്ലെങ്കിൽ വഞ്ചിക്കാതെയും ജോലി ചെയ്ത്, പിന്നെ എന്നെപ്പോലെ അന്ന് കയറിയിട്ടുള്ള ആൾക്കാരെ ഇന്നും ഞാൻ ബഹുമാനിക്കുന്നു. ഹെൽപ്പറായിട്ട് എൻ്റെ ഡിവിഷനിൽ വന്നിട്ടുള്ളവർക്കൊക്കെ നല്ല പ്രോത്സാഹനം കൊടുത്ത് അവരെയൊക്കെ മുന്നോട്ട് വിടുന്നുണ്ട്. അവർ ഒരുപാട് മലയാളികളെ സൂറത്തിൽ കൊണ്ടുവന്ന്. അത് എല്ലാവർക്കും തന്നെ ഈ കഴിവ് കിട്ടില്ല. കഴിവ് എന്ന് പറയുന്നത് മാത്രമല്ല, ഇതൊരു എന്താ പറയാ ടോട്ടൽ ഡെഡിക്കേഷൻ ആണ്. ഇത് ഇപ്പോൾ സാർ ഇപ്പോൾ വന്ന വഴിക്ക് ആ വർക്കിന്റെ ഉള്ള ആ ഡെഡിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡെഡിക്കേഷൻ വർക്കിന് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് ഇസ് നോട്ട് ദെയർ. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഈ പിന്നെ ജോലിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക്, അതായത് ഞാനിപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്ത് അല്ലെങ്കിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ജോലി ചെയ്തതിന് വാച്ച് നോക്കി ജോലി ചെയ്യാറില്ല. നമുക്ക് കിട്ടുന്ന വർക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പോരുക. നാളത്തേക്കുള്ളത് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നത് അതുകൂടെ ചെയ്ത് വെച്ചിട്ട് പോകാനുള്ള ആഗ്രഹമാണ് ഇപ്പോഴും എനിക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇതാണ് ഒരു റിയൽ വർക്ക്മാന് ആവശ്യമുള്ള ഒരു സ്പിരിറ്റ്. ആൻഡ് 4 രൂപയ്ക്ക് ജോലിക്ക് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അന്ന് എത്രയായിരുന്നു പ്രായം? അന്ന് എനിക്ക് ഒരു 15 വയസ്സുള്ള 15 വയസ്സിലെ ജോയിൻ ചെയ്തു. 15 വയസ്സിലെ സൂറത്തിൽ വന്നു. അപ്പൊ 15 വയസ്സിൽ എങ്ങനെയാണ് നിങ്ങൾ സൂറത്തിലേക്ക് എത്തിയത്? സൂറത്തിലെത്തിയത് പിന്നെ എൻ്റെ അളിയൻ പിന്നെ ഇവിടെ സൂറത്തിൽ ചേച്ചിയുടെ ഭർത്താവ്. ഈ ഗുജറാത്ത് ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ വേൾഡിന്റെ ഒരു ബെസ്റ്റ് സ്റ്റേറ്റ് ഐക്കോൺ ആയിട്ട് മാറും. തീർച്ചയായിട്ടും മാറും. അടുത്ത് തന്നെ മാറും. അടുത്തൊരു 5 വർഷം തന്നെ മാറും. കൂടുതൽ ടൈമിന്റെ ആവശ്യമില്ല. കാരണം അതേ രീതിയിലുള്ള ഫ്യൂച്ചേഴ്സ് ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എത്ര ഫാസ്റ്റിലാണ് ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് ഫാസ്റ്റില്ല. നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മറ്റുള്ള സ്റ്റേറ്റിലെക്കാട്ടിൽ ഒരു എന്താ പറയുന്ന ഒരു പിന്നെ 50% കൂടുതലാണ്. അത് ശരി.